ക്ഷേത്രോത്സവങ്ങളിൽ ക്ഷേത്ര ആചാരങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് രഥങ്ങൾ സ്ഥാനം പിടിക്കുന്നു. ആന എഴുന്നള്ളത്തിനു പകരം വർഷത്തിലൊരിക്കൽ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളാണ് ഉത്സവങ്ങൾ. ദേവവിധി പ്രകാരം ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വർഷത്തിലൊരിക്കൽ അമ്പലങ്ങളിലെ പ്രതിഷ്ഠാമൂർത്തിയായ ദൈവത്തെയും മറ്റു ദൈവഗണങ്ങളെയും തന്ത്രിമുക്കൻ കൊടിയേറ്റ് ചടങ്ങുകളോടെ പ്രത്യേകം പൂജകൾ ചെയ്ത് വിളിച്ചു വരുത്തി നാട്ടിലെ സുഖാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കൊടിപ്പുറത്ത് ആവാഹിച്ചിരുത്തിക്കൊണ്ട് ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിലെ ഭഗവാൻ ദേവഗീത താളമേള അഹമ്പടികളോടെ ആനപ്പുറത്തെഴുന്നള്ളി വരുന്നതാണ് യഥാർത്ഥ ഉത്സവം. കണ്ണിനും കാതിനും കൺകുളിർക്കെ കേട്ടനുഭവിച്ചറിയാൻ നാടിന്റെ നാനാദിക്കുകളിൽ നിന്നും ജാതിമത ഭേദമെന്ന നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒഴുകിയെത്തുന്നത്. പക്ഷേ ഇതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ചില കാരണങ്ങൾ പറഞ്ഞ് ഇന്ന് ക്ഷേത്രങ്ങളിൽ ചില വാഹനങ്ങളിൽ രഥത്തിന്റെ രൂപത്തിൽ കെട്ടിമെനച്ചുകൊണ്ട് ഉത്സവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് യഥാർത്ഥ വിശ്വാസ ആചാരങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സർക്കാരിന്റെ നിയമവ്യവസ്ഥകളും ആനക്കാരുടെ കൂലി വർധനവും ആണെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ക്ഷേത്രത്തിന് ആവശ്യമായ എഴുന്നള്ളത്തിനുള്ള ആനയെ ക്ഷേത്രോത്സവങ്ങൾക്ക് ആനയെ കിട്ടാനില്ലാത്തതും ക്ഷേത്ര ഭാരവാഹികൾക്ക് ബുദ്ധിമുട്ടാകുന്നു. നിലവിൽ കാട്ടാനകൾ പെരുകി നാട്ടിൽ ശല്യമുല്ല ഉണ്ടാക്കുന്നതിനെയെല്ലാം പിടിച്ച് നാട്ടാനയാക്കണം എന്നും ചില ആന പ്രേമികൾ പറയുന്നു. ഇങ്ങനെ ആന ദൗർബല്യം ചില ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടി വരുന്നതിനാലും വാഹനങ്ങളിൽ രഥത്തിന്റെ രൂപത്തിൽ കെട്ടി ആറാട്ടിനും എതിരേൽപ്പ് മഹോത്സവത്തിനും രഥങ്ങൾ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ഉത്സവങ്ങളിൽ ആനകളുടെ പ്രാധാന്യത്തെപ്പറ്റിയും റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥനും ആന ഉടമസ്ഥനുമായ രാജേഷ് സാർ പറയുന്നത് ഇങ്ങനെ. രാജേഷ് സാറേ, നമസ്കാരമുണ്ട്. നമ്മൾക്ക് ആനകളെ ക്ഷേത്രങ്ങളിലെ എതിരേൽപ്പിന് ഇപ്പോൾ വളരെ ചുരുക്കമാണ് ഉപയോഗിക്കുന്നതുള്ളൂ. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ. നമസ്കാരം. ആനകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രോത്സവങ്ങൾക്ക് തീരെ ആനകളെ കിട്ടാനുള്ള ദൗർബല്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒരു ക്ഷേത്രങ്ങളിൽ ഇപ്പം ഉത്സവങ്ങൾ പഴയ കാലത്തെ പോലെയല്ല. പഴയ കാലത്ത് ഒത്തിരി ആനകളുണ്ടായിരുന്നു. ഇപ്പം നാട്ടിൻപുറത്ത് തന്നെ ഒത്തിരി ആനകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം ആനകൾ വളരെ കുറവാണെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് തികയല്ല ഇപ്പോൾ ആനകളെ വെച്ച് പരിപാടി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പം അതിൻ്റേതായ ഒരു ദൗർലഭ്യമുണ്ട്. പിന്നെ കൂടാതെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് ചില സ്ഥലങ്ങളിലൊക്കെ രഥങ്ങളാക്കിയിട്ടുണ്ട്. രഥങ്ങളാക്കി കഴിഞ്ഞാൽ പുതിയ കമ്മിറ്റിക്കാർക്ക് ഇപ്പോഴത്തെ നിയമപ്രശ്നങ്ങൾ മൂലം റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. അതാണ്. പിന്നെ പല ആൾക്കാരും അത് ചടങ്ങുകളായിട്ട് മാത്രമേ ഇപ്പം നടത്തുന്നുള്ളൂ. കൂടുതലും കേരളത്തിൽ ഇപ്പം ഓരോ സംസ്ഥാനത്തും അതിൻ്റേതായ ഈ പറഞ്ഞ മാതിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആനകളെ വെച്ച് നടത്തുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും ഏതൊരു പ്രസ്ഥാനം എന്ത് പ്രസ്ഥാനം നടത്തിയാലും അവിടെ ഒരു ആനയെ വെച്ച് ഗജപൂജ നടത്തിയിട്ടേ അവിടെ തുടങ്ങുള്ളൂ. അത് ഒരു കട ഉദ്ഘാടനമായാലും ഒരു പെരകേറി വീടിൻ്റെ പാലുകാച്ചിലായാൽ പോലും അവിടെ ആന വെച്ച് പരിപാടി ഗജപൂജ നടത്തിയിട്ടില്ല. അവരത് ഗണപതി പൂജ എന്നാണ് അവർ പറയപ്പെടുന്നത്. ഇപ്പം കർണാടകത്തിലാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി മറ്റേ അവിടെ ദസറ ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ ആന വേണം. അവിടെയൊക്കെ ഇപ്പം ആദ്യം തമിഴ്നാട്ടിൽ പിന്നെ പിടിയാനകൾ മാത്രമേ ഉള്ളൂ. കർണാടകത്തിൽ ക്ഷേത്രങ്ങളിലില്ല. പക്ഷേ ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്കുള്ള ആനകൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് അറിവ്. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പം പണ്ട് കൊമ്പനാനകളെ മാത്രം എഴുന്നള്ളിച്ചിരുന്നുള്ളൂ. ഇപ്പം ദൗർലഭ്യം കാരണം പിടിയാനകളെയും മോഴയാനകളെയും വരെ എഴുന്നള്ളിക്കുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ആനകൾ കിട്ടാതെ വന്നതും പിന്നെ ആനകളുടെയും ഇപ്പം ആനകളെ സംരക്ഷിച്ചു പോരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ ആനയ്ക്കുള്ള ചെലവുകളും വെച്ച് അത്യാവശ്യം ഈ പറഞ്ഞ മാതിരി ഒരു ഏക്കത്തുക കൊടുത്താൽ മാത്രമേ സാധാരണ ഒരു ആനയെ കിട്ടുള്ളൂ. അവരുടെ കാരണം ഇപ്പോൾ പഴയ പോലെ തടിപ്പണിയില്ല. അപ്പം ഒരു 4 മാസം 4 അല്ലെങ്കിൽ 5 മാസത്തെ എഴുന്നള്ളിപ്പ് കൊണ്ട് വേണം ഈ ആനകളെ ബാക്കി ഈ 7 മാസവും തീറ്റിപ്പോരാനായിട്ട്. അത് ആനക്കാരുടെ ചിലവ് ഭാരിച്ച ചിലവാണ്. ഇപ്പോൾ പഴയ പോലെ നിസ്സാര പൈസ ഒന്നും കൊടുത്ത് ആനക്കാരെ കിട്ടുകയല്ല. ഇപ്പം നല്ല പൈസ കൊടുത്താൽ മാത്രമേ നല്ല ആനക്കാരെ കിട്ടുള്ളൂ. ആനക്കാരെ കിട്ടാനുണ്ട്. പക്ഷെ നല്ല ആനക്കാരെ കിട്ടണമെങ്കിൽ നല്ല ശമ്പളവും നല്ല വേതനവും കൊടുത്തെങ്കിൽ മാത്രമേ അവരെ കിട്ടുള്ളൂ.
പിന്നെ ക്ഷേത്ര കമ്മിറ്റിക്കാർക്കാണേലും ഈ പറഞ്ഞ മാതിരി ഒത്തിരി നിയമങ്ങൾ പ്രശ്നമുണ്ട്. ഇപ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ, പോലീസിൻ്റെ, റവന്യൂവിൻ്റെ, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ, ഫയർഫോഴ്സിൻ്റെ, ഇപ്പം എക്സൈസിൻ്റെ പുതിയതായിട്ട് വരുവാന്ന് പറഞ്ഞിട്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട് ആനക്കാർ. അപ്പം അവരുടെ നിയമങ്ങൾ ഈ കർശനമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാം കൂടെ വരുമ്പോഴത്തേനും ഒരു ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഇത് ചെറിയ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഇത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. വലിയ ക്ഷേത്രങ്ങളിൽ അത് ഒഴിവാക്കാനും പറ്റുകയില്ല. പിന്നെ മത്സരബുദ്ധി ഒരു പ്രധാന ഘടകമാണ് ഇതിനകത്ത്. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള മത്സരബുദ്ധി. വലിയ ആനയെ കൊണ്ടുവരാനായിട്ട് ഏക്കത്തുകൾ കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം ചെറിയ ക്ഷേത്രങ്ങളിലെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാരണം ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും, ഈ ഷോർട്ടേജ് കിട്ടും. ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടുള്ളൂ, ഏക്കം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഏക്കം കിട്ടുന്നിടത്തേക്കാണ് ആൾക്കാർ വിടാനായിട്ട്, ഈ സാമ്പത്തിക ചെലവ് വെച്ച് നോക്കുമ്പോൾ വിടാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ രഥം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആന പുറത്ത് ഭഗവാൻ ഇരിക്കുന്നതും ആലവട്ടം പഞ്ചാമരം വീശുന്ന ആ ഒരു പ്രതീതിയും ഐശ്വര്യവും എന്തായാലും രഥത്തിൻ്റെ മുകളിലിരുന്ന ആലവട്ടം ഓട്ടോറിക്ഷയിൽ ഈ പറഞ്ഞ മാതിരി നെറ്റിപ്പട്ടവും തിടമ്പും വെച്ച് കുടയും വെച്ച് കെട്ടിപ്പോയാൽ കിട്ടുകയില്ല. എന്തായാലും ചുരുക്കം പറഞ്ഞാൽ ബിംബം കാണും, ഭഗവാൻ കാണില്ല. നമ്മളിത് പിടിച്ചിരിക്കുന്ന തിരുമേനിയെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. കാരണം തിരുമേനി എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധ വരുന്നത്. ആനപ്പുറത്ത് നമ്മൾ തല ഉയർത്തി ഭഗവാൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തല ഉയർത്തി തൊഴുന്നതോടൊപ്പം എത്രയായാലും ആ ഒരു അനുഗ്രഹം ഓട്ടോറിക്ഷയിൽ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിച്ചാലോ അല്ലെങ്കിൽ ഒരു രഥത്തിൻ്റെ മുകളിൽ വെച്ചാലോ, ഈ രഥം നാളെ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നത്തെ ഉത്സവം കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ കൊണ്ട് എവിടെയെങ്കിലും ഒരു അമ്പലത്തിൻ്റെ മുകളിലേക്ക് തള്ളും. അടുത്ത വർഷം അത് പുതുക്കി പണിത് തിരിച്ചു കൊണ്ടുവരും. പക്ഷേ നമ്മളൊരു ആന എഴുന്നള്ളിക്കുന്ന അങ്ങനെയല്ല. രാവിലെ കുളിപ്പിച്ച് ആനക്കാർ നല്ല വൃത്തിയായി കുറയും തൊട്ട് നല്ല വൃത്തിയുള്ള വസ്ത്രവും ധരിച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ചൈതന്യം മുകളിൽ കയറുന്നതുകൊണ്ട് ആ ഒരു പ്രതീതിക്കാണ് 90% ആനക്കാരും കയറി ചെല്ലുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വെള്ളമില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ആനയെ ഒന്ന് ജസ്റ്റ് കുളിപ്പിച്ചേ വിടാറുള്ളൂ. പക്ഷേ ഇപ്പം ഈ ആനയുടെ ഷോർട്ടേജാണ് ഉത്സവങ്ങൾക്ക് ഈ രഥം വരാനുള്ള കാര്യം. പക്ഷേ രഥം ഉപയോഗിച്ചിരുന്ന പല അമ്പലങ്ങളും അടുത്ത കമ്മിറ്റിക്കാർ മാറുമ്പോഴത്തേനും വീണ്ടും ആനയെ അന്വേഷിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് അങ്ങനെ വരുമ്പോൾ ഈ സ്ഥിരമായിട്ട് എഴുന്നള്ളിക്കുന്ന അമ്പലക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ഇന്ന ദിവസം ഇപ്പം നക്ഷത്രമാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി ശിവരാത്രി ആണെങ്കിൽ പറയും അടുത്ത വർഷത്തെ ശിവരാത്രിക്ക് ഈ ആന തന്നെ വേണം കേട്ടോ, ഉണ്ടെങ്കിൽ ഇത്ര രൂപ അഡ്വാൻസ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഈ വർഷത്തെ ശിവരാത്രിയുടെ പൈസ പോലും അവർ തരുന്നത്. അടുത്ത വർഷത്തേക്ക് ബുക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വർഷം പുതിയൊരാൾ വന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാനുള്ള ആന ഇപ്പം നമുക്കില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. ഇതിന് മാറ്റം വരണമെങ്കിൽ ഇപ്പം കാട്ടാനകൾ പെരുകിയിട്ടുണ്ട്. ഈ ഒരാഴ്ചക്കുള്ളിൽ 5-6 പേരായി ആനമരം ഇതിനെയൊക്കെ പിടിച്ച് മെരുക്കിയെടുത്ത് ഈ പറഞ്ഞ മാതിരി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ, കൊടുക്കാവുന്നതേ ഉള്ളൂ. സർക്കാരിനൊരു വരുമാനവും. പക്ഷേ കേന്ദ്ര നിയമങ്ങളും ഒക്കെ മൂലം ഇതൊന്നും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് വേറെ. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.